നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉദാരവൽക്കരണ നയങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ചന്ദ്രൻ MLA. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഗോത്രമഹാസഭ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന നിൽപ്പ് സമരത്തിന് കാസർഗോട്ട് ഐക്യദാർഢ്യം. ഗോത്രമഹാസഭ പ്രവർത്തകർ കാസർഗോട്ട് സത്യാഗ്രഹ സമരം നടത്തി. തിരുവനന്തപുരം സ്വദേശിനിയെ തൃക്കണ്ണാട് തീവണ്ടി തട്ടി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. പരിക്കേറ്റ സ്ത്രീയെ റെയിൽവേയും പോലീസും അവഗണിച്ചതായി പരാതി. ഒഴിഞ്ഞവളപ്പിൽ നിറഞ്ഞ കൃഷിയിടമൊരുക്കി കുഞ്ഞിക്കോരൻ. 77-ാം വയസ്സിലും കുഞ്ഞിക്കോരൻ കൃഷിയിൽ സജീവം. ബിൽഡ് ഫെസ്റ്റ് 2014 21 കാഞ്ഞങ്ങാട്ട് തുടക്കമാവും. ഒരുങ്ങുന്നത് വൈവിധ്യമാർന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം. അടോട്ട് മൂത്തേടത്ത് കുതിര് പുതിയ ദേവസ്ഥാനത്ത് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. സാംസ്കാരിക രംഗങ്ങളിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട തടത്തിൽ കലാകായിക സമിതി സിൽവർ ജൂബിലി ആഘോഷത്തിനൊരുങ്ങി. ആഘോഷങ്ങൾ 21 തുടങ്ങുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. സമസ്ത മേഖലയിലും BJP സർക്കാർ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുകയാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ചന്ദ്രൻ MLA പറഞ്ഞു. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും വില വർദ്ധിപ്പിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് M. ചന്ദ്രൻ MLA പറഞ്ഞു. റെയിൽവേ യാത്രക്കൂലിയും കടത്തുകൂലിയും വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ തയ്യാറായി. കോൺഗ്രസ് തുടങ്ങിവച്ച ആഗോളീകരണ നയങ്ങൾ ശക്തമായ നിലയിൽ നടപ്പിലാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് 5 കൊല്ലം ഭരിച്ച ഒരു നേട്ടം പോലും ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രചരിപ്പിച്ചത് ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ പരിഹരിക്കുമെന്നാണ്. അതിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായില്ല. അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ വമ്പിച്ച തോതിൽ കോൺഗ്രസിനെ വെറുത്തു. ഈ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഈ ജനരോഷം അത് മുതലെടുത്തുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. അതിനവർക്ക് കഴിഞ്ഞ കാലത്ത് കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്ത ഇന്ത്യൻ കുത്തകകളും വിദേശ കുത്തകകളുമായിട്ടുള്ള എല്ലാ ശക്തികളുടെയും പിന്തുണ മോദിക്ക് നേടാനായി. മുനമ്പത്ത് ഗോവിന്ദൻ അധ്യക്ഷനായി. AK നാരായണൻ, TK രാജൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, K. നാരായണൻ, M. അമ്പൂഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റാടി കുമാരൻ സ്വാഗതം പറഞ്ഞു. നീതിക്കായുള്ള നിൽപ്പ് സമരത്തിന് കാസർഗോട്ട് സത്യാഗ്രഹം. കഴിഞ്ഞ 2 മാസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആദിവാസി ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് കാസർഗോട്ട് നിൽപ്പ് സത്യാഗ്രഹ സമരം നടത്തിയത്. ആദിവാസി കരാർ നടപ്പാക്കി ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകുക, വനാവകാശ നിയമം നടപ്പാക്കുക, അട്ടപ്പാടിയിലെ ആദിവാസി വംശഹത്യയ്ക്ക് ശാശ്വത പരിഹാരം കാണുക, ആറളം പുനരധിവാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ആദിവാസികൾക്ക് നൽകാൻ ഉദ്ദേശിച്ച വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുക, ആറളം ഫാമിലെ ആദിവാസികൾക്ക് നൽകാൻ ഉദ്ദേശിച്ച 19,600 ഏക്കർ ഭൂമി കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആദിവാസികൾക്ക് പതിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആദിവാസി ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിൽപ്പ് സമരം നടത്തുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ടും നിൽപ്പ് സത്യാഗ്രഹ സമരം നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചോട്ടിൽ നടന്ന സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സമരം സാമൂഹിക പ്രവർത്തകൻ പ്രൊഫസർ TT ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിൽപ്പ് സമരം ആദിവാസികളുടെ ഒരു ദുഃഖ സമരം കൂടിയാണ്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവും, അപ്രധാനമായി കണക്കാക്കുന്നു. ഒരു ചെറിയ പ്രാദേശിക സമരം എന്നാണ് അവർ പറയുന്നത്. സമരസമിതി ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. മുരളീധരൻ മാസ്റ്റർ, KV കൃഷ്ണൻ, കണ്ണൻ ആനപ്പെട്ടി, T. ശോഭന, CV സുമിത്ര, സുബേർ പടുപ്പ്, ശങ്കരം മുണ്ടമാണി തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവനന്തപുരം സ്വദേശിനിയെ തീവണ്ടി തട്ടി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. തൃക്കണ്ണാട് കണ്ടെത്തിയ വീട്ടമ്മയ്ക്ക് രക്ഷകരായത് ഓട്ടോ ഡ്രൈവർമാർ. തിരുവനന്തപുരം സ്വദേശിനിയായ വീട്ടമ്മയെയാണ് വെള്ളിയാഴ്ച രാവിലെ തൃക്കണ്ണാട് മേൽപ്പാലത്തിന് കീഴെ അവശനിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിനിയായ ബേബി ഭർത്താവും മകനും കൈയൊഴിഞ്ഞതിനെ തുടർന്ന് ജോലി അന്വേഷിച്ച് എത്തിയതാണെന്ന് പറയുന്നു. ജോലി അന്വേഷിച്ച് ലഭിക്കാത്തതിനെ തുടർന്ന് മടക്കയാത്രയ്ക്കായി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ട്രെയിൻ തട്ടുകയായിരുന്നുവെന്ന് ബേബി പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ സംഭവം നടന്നിട്ടും റെയിൽവേ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. കാലറ്റു പോകാറായ നിലയിൽ റെയിൽവേ പാളത്തിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർ പോലീസിനെ അറിയിച്ചെങ്കിലും വേണ്ട സഹായം നൽകാൻ പോലീസും തയ്യാറായില്ല. ഒടുവിൽ ഓട്ടോ ഡ്രൈവർമാർ തന്നെ രംഗത്തിറങ്ങി ബേബിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബേബി കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. പരമ്പരാഗത രീതികൾ കൈവിടാതെ ഒഴിഞ്ഞവളപ്പിലെ കുഞ്ഞിക്കോരന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞത് സമൃദ്ധിയുടെ നൂറുമേനി. നൂതന കൃഷിരീതികൾ കൃഷിയിടങ്ങളിൽ സ്ഥാനം പിടിക്കുമ്പോഴും പരമ്പരാഗത ശൈലി കൈവിടാതെ കൃഷിയിടത്തിൽ പൊന്നുവിളയിക്കുന്ന ഒരു കർഷകനുണ്ട് കാഞ്ഞങ്ങാട്ടെ ഒഴിഞ്ഞവളപ്പിൽ. കലാപ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ കുഞ്ഞിക്കോരൻ എന്ന 77-കാരനാണ് ആ കർഷകൻ. വീടിനോട് ചേർന്നുള്ള അരേക്കർ സ്ഥലത്താണ് കുഞ്ഞിക്കോരൻ നെൽകൃഷി ഇറക്കുന്നത്. നിലമൊരുക്കാൻ ട്രാക്ടറോ ടില്ലറോ വരുത്താൻ കുഞ്ഞിക്കോരൻ തയ്യാറല്ല. കൃഷിയിടം പൂർണ്ണമായും കിളച്ചുമറിച്ചാണ് കുഞ്ഞിക്കോരന്റെ കൃഷി. ഇത്തവണ ആതിര നെൽവിത്താണ് ഒന്നാം വിളക്കായി ഉപയോഗിച്ചത്. ഒരു മുരടിൽ നിന്നും തന്നെ ഒട്ടേറെ നെൽച്ചെടികൾ വന്നതോടെ പാടം നിറയെ നെൽവിത്ത് മുളപ്പിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കർഷകൻ. സ്വന്തം അധ്വാനിച്ച് പരിപാലിച്ചാൽ കൃഷി നഷ്ടമാവില്ലെന്ന അഭിപ്രായമാണ് കുഞ്ഞിക്കോരനുള്ളത്. ജൈവരീതികൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കോഴിക്കാട്ടവും കാലിവളവും മത്സ്യവളവും ഉപയോഗിച്ചതോടെ കുഞ്ഞിക്കോരന്റെ കൃഷിയിടത്തിൽ നെൽകൃഷി സമൃദ്ധമായി. ഒരു ചെറിയ കണ്ടത്തിൽ ഈ കണ്ടത്തിൽ 4 ചാക്ക് തമിഴ്നാട്ടിൻ്റെ കോഴിക്കാട്ട് ഇട്ടിട്ടുണ്ട്. 15 കൂട്ടം കാലിവളം ഇട്ടിട്ടുണ്ട്. 1 ചാക്ക് മത്സ്യവളം ഇട്ടിട്ടുണ്ട്. കുറച്ച് വെണ്ണൂറും ഉണ്ട് ഇട്ടിട്ട്. ഇതിൽ ഓല വെച്ച് കത്തിച്ചതും മറ്റും മറിച്ചലായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. കൂടുതലും കിഴക്കേ ചാലിൽ വെള്ളം നിൽക്കുമ്പോൾ കയ്യിലെടുക്കുന്ന സ്ഥലമാണിത്. അതാണ് ഒരു പ്രത്യേകത ഈ നെല്ലിൻ്റെ. കൃഷിയിടത്തിൽ സഹായമേകാൻ ഭാര്യ കല്യാണിയും എത്താറുണ്ട്. കൃഷിയോടൊപ്പം കോൽക്കളിയെയും പൂരക്കളിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ കർഷകന് കലാരംഗത്ത് നിന്നും ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ അവതരിപ്പിച്ച നാടകങ്ങളിലും കുഞ്ഞിക്കോരൻ വേഷമിട്ടിട്ടുണ്ട്. ലാഭം മാത്രം നോക്കാതെ കൃഷിയെ കൊണ്ടു നടക്കുന്ന കുഞ്ഞിക്കോരന് അധ്വാനശേഷിയുള്ളിടത്തോളം മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാമെന്ന അഭിപ്രായമാണ് ഉള്ളത്. 77-ാം വയസ്സിലും കൃഷിയിടത്തെ സമ്പന്നമാക്കുന്ന കുഞ്ഞിക്കോരനെ പോലുള്ള കർഷകരുടെ തീരുമാനങ്ങളാണ് അവശേഷിക്കുന്ന കൃഷിയിടത്തിലെങ്കിലും കൃഷി നിലനിൽക്കാൻ ഇടയാക്കുന്നത്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബിൽഡ് ഫെസ്റ്റ് 2014 20-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാവും. പ്രദർശനം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമാണ് ബിൽഡ് ഫെസ്റ്റ് 2014 നടക്കുന്നത്. കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ 20, 21 തീയതികളിലായാണ് പ്രദർശനം നടക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന പ്രാദേശിക നിർമ്മിതി സാധനങ്ങളുടെയും ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെയും വിപുലമായ പ്രദർശനമാണ് ഒരുക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിന്റെ കണ്ണൂർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പുതിയ പ്രോഡക്ട്സ്, പിന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഈ എക്സിബിഷൻ വെച്ചാൽ ബാക്കി ഒരു എക്സിബിഷൻ പോലെ അല്ല, ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം വരുന്ന ടൈപ്പ് ഒരു എക്സിബിഷനാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഇതിന് ടെക്നിക്കൽ സ്റ്റാളുകൾ ഉണ്ടാവും. ഇപ്പം ജനങ്ങൾക്ക് ഇപ്പം എല്ലാ ബിൽഡിങ്ങിലും ക്രാക്ക് കീറുക എല്ലാം വരുന്നുണ്ടാവും. അപ്പോൾ അതിന് പുതിയ കൺസ്ട്രക്ഷണൽ പ്രാക്ടീസ് ഉള്ള സ്റ്റാളുകൾ ഉണ്ടാവും. പുതിയ പ്രോഡക്ട്സിൻ്റെ സ്റ്റാളുകൾ ഉണ്ടാവും. അതുപോലെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡും പുതിയ മെറ്റീരിയൽസിന്റെ ഒരുപാട് ടൈപ്പ് സ്റ്റാളുകൾ ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ആർക്കിടെക്ട് ദാമോദർ, ആർക്കിടെക്ട് ജയരാജ്, ആർക്കിടെക്ട് ശ്യാം, കെ മോഹൻദാസ്, ആർക്കിടെക്ട് ഗജാനന കാമത്ത് എന്നിവർ പങ്കെടുത്തു. തടത്തിൽ കലാകായിക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷം 21-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കലാകായിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പുല്ലൂർ പെരിയയിലെ തടത്തിൽ കലാകായിക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി. 21-ന് വൈകിട്ട് 3 മണിയോടെ വിളംബര ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും. സിൽവർ ജൂബിലി ആഘോഷ പരിപാടി പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. നവംബർ 7 വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പി മനോജ് കുമാർ, പി മണികണ്ഠൻ, എ വി നാരായണൻ, വി വിജയകുമാർ, വി മധുസൂദനൻ, എ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര മേഖലയിൽ കവുങ്ങുകൾ മണ്ടച്ചിഞ്ഞ് നശിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കി. അടയ്ക്കാവില ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കവുങ്ങുകൾ വ്യാപകമായി നശിക്കുന്നത് മലയോര കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. അടയ്ക്ക ഉൽപാദനത്തിൽ കാസർഗോഡിന്റെ മേൽക്കോയ്മയും ഗുണമേന്മയും വ്യാപാര മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാലം ഓർമ്മയിലേക്ക് മടങ്ങുകയായി. അടയ്ക്ക കർഷകരുടെ കണ്ണീരും ദുരിതങ്ങളും കാണാൻ ആരും മുന്നോട്ടു വരാത്തതാണ് കാരണം. സർക്കാരിനും കർഷകരെ സഹായിക്കാൻ ചുമതലപ്പെട്ട വിവിധ ഏജൻസികൾക്കും അടയ്ക്ക കർഷകരുടെ ദുരിതകഥ ബോധ്യപ്പെട്ടതായി കാണുന്നില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അടയ്ക്ക രോഗകാരണമാകുമെന്നും മറ്റും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ മേഖലയെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിച്ചതായും കർഷകർക്ക് പരാതിയുണ്ട്. അതേസമയം അടയ്ക്കയുടെ വിലയിൽ നല്ല വർധനവ് അടുത്ത കാലത്ത് ദൃശ്യമായത് കർഷകർക്ക് ഒട്ടൊന്നുമല്ല ആശ്വാസം പകരുന്നത്. എന്നാൽ മണ്ടചീഞ്ഞ് കവുങ്ങുകൾ നശിക്കുന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറി. മഹാളി പോലുള്ള രോഗങ്ങൾ മലയോര കർഷകരെ നിരാശപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഷോണിമിത്ര പുരസ്കാര ജേതാവ് മടിക്കൈ കുട്ടിയാനത്തെ രാജന്റെ പ്രതികരണം. ഇപ്പോൾ ഈ പ്രാവശ്യം അടക്കൊക്കെ കുറച്ച് വില ഉണ്ട്. കാലവർഷത്തിൻ്റെ വളരെ കൂടുതൽ നമുക്ക് കിട്ടിയ ഈ മഴ കൊണ്ട് ഒരു തരത്തിൽ പ്രയോജനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ അടക്കനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അടക്കൊക്കെ ഈ മഹാളി രോഗം കൂടുതൽ വെള്ളം ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മഹാളി രോഗം പെട്ടെന്ന് വരും. അപ്പോൾ അതിനിപ്പം കീടനാശിനികളൊന്നും നമുക്ക് കിട്ടാനില്ല, തുരിച്ച് കിട്ടാനില്ല. ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജൈവ ജില്ലയായതുകൊണ്ട് സർക്കാർ ഈ മേഖലയിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നുമില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴ കൂടുതൽ കിട്ടിയാലും മഴ കുറഞ്ഞു കിട്ടിയാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം വ്യാപകമായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ മഹാളി രോഗം വന്നിട്ടുണ്ട്. അതിനത് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ സാങ്കേതിക സഹായമെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു സമയമാണ്. സംസ്ഥാന ദേശീയ താരങ്ങളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് നീലേശ്വരം പള്ളിക്കര കോസ്മോസ് ക്ലബ്ബ് ജില്ലാ നീന്തൽ അസോസിയേഷന്റെ സഹകരണത്തോടെ ഈ വർഷവും നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. 100 കണക്കിന് കുട്ടികളാണ് പരിശീലനത്തിനായി എത്തുന്നത്. ഫുട്ബോളിലും കബഡിയിലും കാസർഗോഡിന്റെ പെരുമ കായിക കേരളം ഒരെതിർപ്പും കൂടാതെ അംഗീകരിക്കുമെന്നത് നമ്മുടെ ഗ്രാമീണർ അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന കാര്യമാണ്. ഫുട്ബോളിന്റെയും കബഡിയുടെയും വോളിബോളിന്റെയും താരങ്ങളെ പോലെ നീന്തലിൽ വിസ്മയം തീർത്ത നാടിന്റെ ആരാധനാപാത്രങ്ങളായ നിരവധി പേർ ഇവിടെയുണ്ട്. ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർ. അഭിമാനത്തിന്റെ നിറവിൽ നീന്തൽ താരങ്ങൾ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ ഈ നാട് അവർക്ക് പിന്നാലെ പിന്തുണയുമായി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പുതിയ തലമുറ മുൻഗാമികളുടെ വിജയഗാഥകൾ ആവർത്തിക്കാൻ കഠിന പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. നീലേശ്വരം പള്ളിക്കരയിലെ കോസ്മോസ് ക്ലബ്ബും ജനമൈത്രി പോലീസ് അക്വാറ്റിക് അസോസിയേഷനും പ്രതിഭകൾക്ക് പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും നൽകുന്നു. കുഞ്ഞിപ്പുള്ളിക്കാൽ മാളിയേക്കൽ കുളത്തിലാണ് പരിശീലനം. ദേശീയ താരം MTP സെയ്ഫുദ്ദീന്റെ നേതൃത്വത്തിലാണ് വിവിധ പ്രായത്തിലുള്ള 120ഓളം പേർ പരിശീലനത്തിന് എത്തുന്നത്. കുഞ്ഞിപ്പുള്ളിക്കാലിലെ കുളത്തിൽ ഇത് 2ാം വർഷമാണ് പരിശീലനം നടക്കുന്നത്. കോസ്മോസ് ക്ലബ്ബ് 2011 മുതൽ തിരുവോണ ദിവസത്തിനടുപ്പിച്ചുള്ള ഒഴിവ് ദിവസങ്ങളിൽ കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. 2011 10-12 പേര് മാത്രമേ നീന്തൽ പരിശീലനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. 2012-ലും 2013-ലും 60-ലധികം കുട്ടികൾ നീന്തൽ പരിശീലനത്തിന് പോയി. ഈ വർഷം 122ഓളം കുട്ടികൾ നീന്തൽ പരിശീലനത്തിനായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. 300-ലധികം കുട്ടികൾ ഇതിനകം പരിശീലനം നേടിയതായി സംഘാടകർ പറഞ്ഞു. സെയ്ഫുദ്ദീനോടൊപ്പം ഗോപാലൻ, ബാലകൃഷ്ണൻ, പ്രമോദ്, ബാബു, അശോകൻ എന്നിവരും കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. നാൾമരം മുറിക്കൽ ചടങ്ങ് ആചാരസ്ഥാനികരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്നു. ചടങ്ങിന് ചെയർമാൻ വേണുരാജ് നമ്പ്യാർ, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, NV തമ്പാൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വദേശി ഭാരത് 2014 ഒക്ടോബർ 14 ആരംഭിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് സ്വദേശി ഭാരത് 2014 എന്ന പേരിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. ഒക്ടോബർ 11 മുതൽ 19 വരെ നടക്കുന്ന പ്രദർശനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജില്ലയിലെ ജനപ്രതിനിധികളും ശാസ്ത്രജ്ഞരും സംബന്ധിക്കും.
രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെ നടക്കുന്ന പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. ISRO, ONGC, DRDO, KFRI, CPCRI, MRPL, MLRE തുടങ്ങി കൃഷി, ജൈവവൈവിധ്യം, മത്സ്യമേഖല, അലങ്കാര മത്സ്യങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ തുടങ്ങി 15ഓളം പവലിയനുകൾ പ്രദർശനത്തിനെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ദേശീയ സെമിനാർ CPCRI, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ്, കേന്ദ്ര സർവകലാശാല, പറക്കളായി PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ്, പടന്നക്കാട് കാർഷിക കോളേജ്, കാസർഗോഡ് IID എന്നിവിടങ്ങളിൽ നടക്കും. കൂടാതെ പ്രദർശനവേദിയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 1000ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്ര ഗവേഷണ രംഗത്തെ പ്രമുഖരുമായി മുഖാമുഖം നടത്തും. ഇതോടനുബന്ധിച്ച് ക്വിസ്, പെയിന്റിംഗ്, പരിസ്ഥിതി സമ്മേളനം, കാർഷിക സമ്മേളനം, ഭക്ഷ്യമേള തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം ആദ്യമായി നമ്മുടെ ഗവേഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള മലയാളത്തിലെ ശാസ്ത്ര കോൺഗ്രസിന് തുടക്കം കുറിക്കുകയാണ് അത് ആദ്യം ചെയ്തത്. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും സ്വദേശി ശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ച ശാസ്ത്ര സമ്മേളനത്തിനോടുകൂടി തന്നെ മറ്റു പല പരിപാടികളും കേരളത്തിൽ സയൻസിനെ, ശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനവും അവരുടെ ഒരു പരിച്ഛേദം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ഭാവി തലമുറയെ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്ക് ആകൃഷ്ടരാക്കുകയും എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇത് നടത്തി വരുന്നത്. കേരള കാർഷിക സർവകലാശാല ഡീൻ M. ഗോവിന്ദൻ, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K. മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ V. ഗോപിനാഥൻ, ഡോക്ടർ PR. സുരേഷ്, പള്ളയിൽ B. ഷനോജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC പ്രവർത്തകർ കമ്പാർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കുഞ്ചത്തൂരിലെ കുടുംബത്തിന് ചെങ്കൽപ്പണയിൽ മിച്ചഭൂമി അനുവദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക. വില്ലേജ് പരിധിയിൽ മിച്ചഭൂമിക്ക് അർഹരായവർക്ക് കുഞ്ചത്തൂരിൽ തന്നെ സ്ഥലം അനുവദിക്കുക. വാസയോഗ്യമായ സ്ഥലം മാത്രം മിച്ചഭൂമിക്കായി അനുവദിക്കുക തുടങ്ങിയ വിവിധയിനം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. AITUC ജില്ലാ ട്രഷറർ VV രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വാസയോഗ്യമല്ലാതെ ഭൂമി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. അത് മൂടമ്പയിൽ വില്ലേജിലെ സർവേ നമ്പർ 191 സർവേ നമ്പർ 192 പട്ട നൽകിയ 89 പേര് വരുന്ന ഗുണഭോക്താക്കൾക്ക് കല്ലുവെട്ട് കുഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾ വീട് കെട്ടണമെന്ന് പറയുന്ന രീതിയിലാണ് റവന്യൂ അധികൃതർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഭൂമി വേണ്ടെന്നിട്ടുണ്ടെങ്കിൽ എഴുതി തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. BKMU നേതാവ് ചന്ദ്രനായിക്, ജയരാമ ബല്ലങ്കോട്, രാമകൃഷ്ണ കടമ്പാർ, മുസ്തഫ, സയ്യിദ്, അദ്രമാൻ, ഹനീഫ്, താഹിറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദാരവൽക്കരണ നയങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ചന്ദ്രൻ MLA. CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഗോത്രമഹാസഭ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന നിൽപ്പ് സമരത്തിന് കാസർഗോട്ട് ഐക്യദാർഢ്യം. ഗോത്രമഹാസഭ പ്രവർത്തകർ കാസർഗോട്ട് സത്യാഗ്രഹ സമരം നടത്തി. തിരുവനന്തപുരം സ്വദേശിനിയെ തൃക്കണ്ണാട് തീവണ്ടി തട്ടി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. പരിക്കേറ്റ സ്ത്രീയെ റെയിൽവേയും പോലീസും അവഗണിച്ചതായി പരാതി. ഒഴിഞ്ഞവളപ്പിൽ നിറഞ്ഞ കൃഷിയിടമൊരുക്കി കുഞ്ഞിക്കോരൻ. 77-ാം വയസ്സിലും കുഞ്ഞിക്കോരൻ കൃഷിയിൽ സജീവം. ബിൽഡ് ഫെസ്റ്റ് 2014 21 കാഞ്ഞങ്ങാട്ട് തുടക്കമാവും. ഒരുങ്ങുന്നത് വൈവിധ്യമാർന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം. അടൂട്ട് മൂത്തേടത്ത് കുതിര് പുതിയ ദേവസ്ഥാനത്ത് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കലാ
സാംസ്കാരിക രംഗങ്ങളിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട തടത്തിൽ കലാകായിക സമിതി സിൽവർ ജൂബിലി ആഘോഷത്തിനൊരുങ്ങി. ആഘോഷങ്ങൾ 21-ന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.